വിജിൻ VC മോഹനൻ കുന്നുമൽ ഇന്ന് സർവകലാശാലയിൽ എത്തിച്ചേരുന്നുണ്ടോ? നിലവിലെന്തായാലും ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മോഹനൻ കുന്നുമ്മലും അതുപോലെ തന്നെ രാജേന്ദ്ര അർലേക്കറും ഗവർണറും വൈസ് ചാൻസലറും ഒരേ വേദിയിൽ ഇന്നുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിലാണ് അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമോ എന്ന കാര്യത്തിൽ VC ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. VCയോട് നേരത്തെ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ സർവകലാശാലയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ നിലവിൽ കേരള സർവകലാശാലയിലെത്തി ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കുമോ എന്ന കാര്യത്തിൽ ഒക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് ഇനി പ്രധാനമായിരിക്കും. എന്തായാലും സിൻഡിക്കേറ്റും രജിസ്ട്രാറും അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം രജിസ്ട്രാറായി നിലവിൽ ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ അടിസ്ഥാനത്തിലും സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും രജിസ്ട്രാറുടെ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജോയിന്റ് രജിസ്ട്രാർമാർ ഇനി ഇത് അദ്ദേഹത്തിന് ഫയൽ കൈമാറുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഒരു അസാധാരണ നടപടികൾ ബാക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എല്ലാ VCയുടെ ഉത്തരവുകളും മറികടന്നുകൊണ്ട് ഒരു തമ്മാമിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടന്നുകൊണ്ടാണ് നിലവിൽ രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. വിജിൻ, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് എന്തായിരുന്നു പ്രതികരണം? മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമ വഴിയെ പോകാം എന്നുള്ളതാണ് ആദ്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷം ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള ഒരു നീക്കമാണോ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഹൈക്കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള മറുപടിയും അദ്ദേഹം നൽകി. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധിയുണ്ട്, ഒപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനമുണ്ട്. അത് രണ്ടുമാണ് വാലിഡ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് തന്നെയാണ് നിലവിൽ സിൻഡിക്കേറ്റും രജിസ്ട്രാറും വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഒരു തരത്തിലും VCയോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് രജിസ്ട്രാർ തീരുമാനിച്ചിരിക്കുന്നു. സിൻഡിക്കേറ്റ് അതിന് പൂർണ്ണ പിന്തുണയും നൽകിയിരിക്കുന്നു. അങ്ങനെ രണ്ട് ചേരിയായി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയെല്ലാം VCയുടെ കൈകളിലാണ്. VC എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വീണ്ടും ഈ അദ്ദേഹത്തിന്റെ നിർദ്ദേശം മറികടന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഉൾപ്പെടെയുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തന്റെ ഉത്തരവ് മറികടന്ന് എന്തിന് ഈ രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറ്റിയെന്നും ഒപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ അനുവദിച്ചു എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ VC എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. അത് അതിസങ്കീർണമായ ഒരു കാര്യങ്ങളിലൂടെ അസാധാരണ നടപടികളിലൂടെ തന്നെ ഇന്നും സർവകലാശാല മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധം അല്പസമയത്തിനകം നടക്കുകയും ചെയ്യും. വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെയാണ് നിലവിൽ കേരള സർവകലാശാലയുള്ളത്. ദിവ്യ, എന്തായാലും വലിയ സുരക്ഷ തന്നെയല്ലേ അവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രതിഷേധ മാർച്ച് അവിടെ എത്ര മണിയോടുകൂടി എത്തുമെന്നാണ് വിജിൻ കരുതുന്നത്? അല്പസമയത്തിനകം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും DYFIയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. ഒപ്പം തന്നെ ASFന്റെ പ്രതിഷേധം കൂടിയുണ്ട്. അതും അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് ASF നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ സുരക്ഷ കഴിഞ്ഞ തവണ SFI സമരത്തിൽ ഈ VCയുടെ ക്യാബിനിലേക്ക് ഉൾപ്പെടെ കയറി വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ന് വലിയ സുരക്ഷയാണ് സർവകലാശാലയ്ക്ക് അകത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പല ബ്ലോക്കുകളിലായി പോലീസ് വിന്യാസം പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ആദ്യ കവാടത്തിൽ ഉൾപ്പെടെ വലിയ സുരക്ഷ തന്നെയാണ് പോലീസ് നിലവിലിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മെയിൻ കവാടത്തിന് തൊട്ടടുത്തുള്ള മതിൽ ചാടിയായിരുന്നു കഴിഞ്ഞ തവണ SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് തടയാനായി ആ ഭാഗത്തും പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ രജിസ്ട്രാറുടെ റൂമിന് മുന്നിലും VCയുടെ ചേംബറിന് മുന്നിലും ഒക്കെ സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാണ് നിലവിൽ സർവകലാശാല ആസ്ഥാനമുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ മാർച്ചുകൾ ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. ഇനി വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തിയാൽ അത് തടയുമെന്ന് SFIയും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതീവ നിലയിലുള്ള സംഘർഷ സാധ്യതയിലാണ് നിലവിൽ സർവകലാശാല ആസ്ഥാനവും പുറമേയും ഒക്കെ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരാഴ്ചക്ക് മുകളിലായി തുടർന്നുകൊണ്ടിരിക്കുന്ന അസാധാരണവും സങ്കീർണവുമായ നടപടിക്രമങ്ങളിലൂടെയാണ് നിലവിൽ സർവകലാശാല ഓരോ നിമിഷവും കടന്നുകൊണ്ടിരിക്കുന്നത്